ഏവർക്കും ടീച്ചർ ലേൺ അക്കാദമിയിലേക്ക് സ്വാഗതം. നിലവിൽ അപേക്ഷ വിളിച്ച DLEDുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ. കോമണായി കണ്ടുവരുന്ന ചില സംശയങ്ങൾക്കും അതേപോലെ അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് കോമണായി വരുന്ന ചില തെറ്റുകൾക്കും അതേപോലെ തെറ്റ് വരുത്താതെ എങ്ങനെ അപേക്ഷ പൂരിപ്പിക്കണമെന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. DLEDുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപേക്ഷയിൽ ഫോൺ നമ്പർ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് നിരവധി ആളുകൾ ചോദിച്ചൊരു സംശയമാണ്. അപേക്ഷയിൽ നിർബന്ധമായും നിങ്ങളുടെ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ എഴുതി ചേർക്കുക. എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടായി മതിയാവും. അതുകൊണ്ട് കൃത്യമായി എല്ലാവരും നിങ്ങളുടെ അതേപോലെ തന്നെ അപേക്ഷ പൂരിപ്പിക്കുന്ന സമയം ചേർക്കുക. അല്ല ഇല്ല എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങൾ എഴുതുവാൻ പാടില്ല. കൃത്യമായി അവിടെ ബാധകമല്ല എന്ന് തന്നെ എഴുതണം. കൃത്യമായി ശ്രദ്ധിക്കുക. ഒരു ഭാഗം പോലും പൂരിപ്പിക്കാതെ വിടരുത്. അവിടെ ബാധകമല്ല എന്നുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് ബാധകമല്ല എന്ന് തന്നെ എഴുതുക. അല്ല ഇല്ല എന്നുള്ള ഉത്തരങ്ങൾ ഫോമിൽ എവിടെയും എഴുതാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഗവൺമെൻറ് എയ്ഡഡ് ഫോം, അതേപോലെ സെൽഫ് ഫിനാൻസ് മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് സെൽഫ് ഫിനാൻസ് മെറിറ്റ് സീറ്റ് ഫോം, ലാംഗ്വേജ് DLEDിന് അപേക്ഷിക്കുന്ന സമയത്ത് ലാംഗ്വേജ് DLED ഫോം അവ കൃത്യമായിട്ട് തന്നെ പൂരിപ്പിക്കണം. അവയിൽ എന്തെങ്കിലും തിരുത്തലുകൾ അല്ലെങ്കിൽ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ തള്ളുന്നതാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. ആദ്യമായി ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ചില തെറ്റുകളുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് ഫോമാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഈ ഫോമാണ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൃത്യമായി പൂരിപ്പിക്കേണ്ടത്. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പാണ് നിങ്ങൾ ഒട്ടിക്കേണ്ടത്. 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 രൂപയുടെ ചലാനോ ആയിട്ട് നിങ്ങളുടെ അപേക്ഷാ ഫീസ് അടയ്ക്കാം. അപേക്ഷാ ഫീസ് ചലാനായിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടാവും. ആ ഹെഡ് ഓഫ് അക്കൗണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ 5 രൂപയുടെ ചലാൻ അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് കോഡ് ഫീസ് സ്റ്റാമ്പ് കിട്ടുന്നില്ല എങ്കിൽ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് നിങ്ങൾക്ക് എവിടെയും കിട്ടുന്നില്ല. പലരും പറയാറുണ്ട് 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് എവിടെയും കിട്ടാനില്ല, 10 രൂപയുടെ ഒട്ടിച്ചാൽ മതിയോ എന്ന് ചോദിക്കാറുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ട്രഷറിയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായോ ഈ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് പ്രകാരം 5 രൂപയുടെ ചലാൻ അടയ്ക്കാം. ചലാൻ്റെ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ അപേക്ഷയുടെ കൂടെ വെച്ചാൽ മതിയാകും. SC/ST കാറ്റഗറിക്ക് അപേക്ഷാ ഫീസില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷാ ഫീസായിട്ട് ഒട്ടിക്കേണ്ട കോഡ് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ 5 രൂപയുടെ ചലാനോ SC/ST കാറ്റഗറിക്കാർ അടയ്ക്കേണ്ടതില്ല. അപേക്ഷയിൽ അവിടെ അപേക്ഷാ ഫീസിൻ്റെ വിവരം എന്ന് ചോദിക്കുന്ന ആ ഭാഗത്ത് SC/ST കാറ്റഗറിക്കാർ അവിടെ ബാധകമല്ല. ഏതാണോ കാറ്റഗറി, SC ആണെങ്കിൽ SC കാറ്റഗറി എന്ന് എഴുതുക, ST ആണെങ്കിൽ ST കാറ്റഗറി എന്ന് കൃത്യമായിട്ട് അവിടെ എഴുതി ചേർത്താൽ മതിയാവും. സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ കാര്യമാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജിൽ അപേക്ഷിക്കുന്ന സമയത്ത് പൊതുവെ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ്, അപേക്ഷയുടെ കൂടെ ചിലർ ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വയ്ക്കാറുണ്ട്. അങ്ങനെ യാതൊരുവിധ കാരണവശാലും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ അവർ തള്ളും. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒറിജിനലാണ് നമ്മൾ വെക്കേണ്ടത്. അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് യാതൊരു കാരണവശാലും സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടതില്ല. പൊതുവായി ചോദിക്കുന്ന ഒരു സംശയമാണ് DDയുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് DD എടുക്കുക? അതേപോലെ സ്വന്തം അക്കൗണ്ടിൽ തന്നെ DD എടുക്കണോ? ചില കോളേജിൽ നിന്ന് നിങ്ങൾക്ക് DD എടുക്കാൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമുക്ക് ഏത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാം. ഏറ്റവും നല്ലത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്നതിന് നമുക്ക് ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു അപേക്ഷാ ഫോം തരും. ആ അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് അവിടെ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് കിട്ടും. 100 രൂപയും ബാങ്കിൻ്റെ ഒരു സർവീസ് ചാർജുമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാനായിട്ട് ഉണ്ടാവുക. ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൃത്യമായി അപേക്ഷയുടെ കൂടെ വെക്കേണ്ടതാണ്. ഒറിജിനൽ തന്നെ വെക്കണമെന്ന്
നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടതുമില്ല. അതേപോലെ അപേക്ഷയുടെ ഏറ്റവും മുൻഭാഗത്തായിട്ട് തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വയ്ക്കുക. ഡിമാൻഡ് ഡ്രാഫ്റ്റ് കഴിയുന്നതും നിങ്ങളുടെ അക്കൗണ്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബാങ്കിൽ നിന്നും ലഭിക്കുന്നതാണ്. അതേപോലെ DD എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ജില്ലയുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പേരിലാണ് നമ്മൾ DD എടുക്കേണ്ടത്. നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ DD എടുക്കുന്നുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ കോഴിക്കോട് എന്ന പേരിലാണ്. മറ്റൊരു തരത്തിലുള്ള ഇതും അവർ സ്വീകരിക്കില്ല. കൃത്യമായി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ കോഴിക്കോട് എന്നുള്ള പേരിൽ വേണം നിങ്ങൾ നിർബന്ധമായി DD എടുക്കാൻ. കോഴിക്കോട് ജില്ലയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ. മറ്റ് ജില്ലകളിൽ അപേക്ഷിക്കുന്നതെങ്കിൽ ഏതാണോ നിങ്ങളുടെ ജില്ല പ്ലസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ പ്ലസ് നിങ്ങളുടെ ജില്ല, ആ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന DDയുടെ മുകളിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതേപോലെ DD നമ്പർ എന്ന് പറയുന്ന ഏറ്റവും താഴെ ഭാഗത്ത് ഞാൻ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം, അതാണ് അവിടെ അതിനടിയിലായിട്ടാണ് DD നമ്പർ ഉള്ളത്. സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കും SC ST കാറ്റഗറിക്കാർ അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് അപേക്ഷാ ഫീസില്ല. അവർ DD ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതില്ല. DDയുടെ വിവരങ്ങൾ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ SC കാറ്റഗറി ബാധകമല്ല അല്ലെങ്കിൽ ST കാറ്റഗറി ബാധകമല്ല എന്നുള്ളത് എഴുതിയാൽ മതിയാവും. അതേപോലെ അപേക്ഷയുടെ കൂടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഏറ്റവും മുന്നിൽ വയ്ക്കുക. മുട്ടുസൂചി അല്ലെങ്കിൽ പേപ്പർ ക്ലിപ്പ് ഉപയോഗിച്ച് അവ തമ്മിൽ കൂട്ടിച്ചേർത്ത് വയ്ക്കുക. സെൽഫ് ഫിനാൻസ് മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷയും അതേപോലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്കുള്ള അപേക്ഷയും നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ജില്ലയുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്കാണ് പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ എത്തിച്ച് നൽകേണ്ടത്. അതിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. കൃത്യമായിട്ട് ആ അഡ്രസ്സ് നിങ്ങൾ പോസ്റ്റൽ കവറിൻ്റെ പുറത്ത് എഴുതുക. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അതിനകത്ത് ഫ്രമും ടൂവും നിർബന്ധമായിട്ടും എഴുതണം. അതേപോലെ ഫ്രം എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഏത് ആണ്, ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്, സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ സെൽഫ് ഫിനാൻസ് എന്നുള്ളത് അഡ്രസ്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബ്രാക്കറ്റിൽ രേഖപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക. അപേക്ഷ അയക്കുന്നതിന് ഈ സ്ക്രീനിൽ കാണുന്ന 2 തരത്തിലുള്ള പോസ്റ്റൽ കാർഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. A4 സൈസ് ഉള്ളതോ അല്ലെങ്കിൽ അതിൽ ചെറുതോ ആയിട്ടുള്ള ഇതേപോലെയുള്ള കവറുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത് A4 സൈസ് ഉള്ളത് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ മടക്കാതെ തന്നെ അതിനകത്തോട്ട് വയ്ക്കാൻ കഴിയും. വയ്ക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ കീറാതെ അല്ലെങ്കിൽ നശിക്കാതെ കൃത്യമായിട്ട് അവർക്ക് വെരിഫൈ ചെയ്യാനും അത്യാവശ്യം നല്ല കവറുകൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അതേപോലെ കവറിന് പുറത്ത് നല്ല വൃത്തിയിൽ തന്നെ ഫ്രമും ടൂവും എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്തായി പറയാൻ പോകുന്നത് ലാംഗ്വേജ് DLEഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലാംഗ്വേജ് DLEഡ് അപേക്ഷകൾ തിരുവനന്തപുരത്തേക്കാണ് അയക്കേണ്ടത്. കേരളത്തിലെ 14 ജില്ലകളിലെയും അപേക്ഷകൾ തിരുവനന്തപുരത്തേക്കാണ് പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ എത്തിച്ച് നൽകേണ്ടത്. ലാംഗ്വേജ് DLEഡിൻ്റെ അപേക്ഷകൾ അയക്കേണ്ടതിൻ്റെ അഡ്രസ്സാണ് സ്ക്രീനിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജഗതി, തിരുവനന്തപുരം 695014 എന്ന പിൻ നമ്പറിൽ ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ എല്ലാ അപേക്ഷയും എത്തിച്ച് നൽകാൻ. നേരിട്ടാണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് അയക്കുകയാണെങ്കിൽ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എത്തിച്ച് നൽകേണ്ടത്. ലാംഗ്വേജ് DLEഡിന് അപേക്ഷിക്കുന്നവർ ഡിമാൻഡ് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ കോഡ് ഫീസ് സ്റ്റാമ്പോ ഒട്ടിക്കേണ്ടതില്ല. പകരം 10 രൂപയുടെ ചലാനാണ് അപേക്ഷയുടെ കൂടെ വയ്ക്കേണ്ടത്. നിങ്ങൾക്ക് സംസ്ഥാനത്ത് ഏതെങ്കിലും ട്രഷറിയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ചലാൻ അടയ്ക്കാം. ചലാൻ അടയ്ക്കേണ്ട ഹെഡ് ഓഫ് അക്കൗണ്ട് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. 020201029203. മറ്റിനങ്ങളിൽ നിന്നുള്ള വരവുകൾ ഈ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ 10 രൂപ ചലാനായിട്ട് അടയ്ക്കേണ്ടത്. ചലാന് പകരം കോഡ് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റോ വെച്ച് കഴിഞ്ഞാൽ അവർ അപേക്ഷ തള്ളുന്നതായിരിക്കും. കൃത്യമായിട്ടത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന മറ്റൊരു സംശയമാണ് എന്തൊക്കെ രേഖകളാണ് അപേക്ഷയുടെ കൂടെ വെക്കേണ്ടത്. നിങ്ങളുടെ SSLC ബുക്ക്, +2, NSS NCC സ്കൗട്ട് തുടങ്ങിയവ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, SC ST OBC കാറ്റഗറി ആണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, OBC കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എന്നിവയുടെയെല്ലാം കോപ്പി
അപേക്ഷയുടെ കൂടെ വയ്ക്കേണ്ടതാണ്. അതേപോലെ നിങ്ങൾ സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വയ്ക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ കൂടെ വയ്ക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമായും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതി നിങ്ങളുടെ പേര് തൊട്ട് താഴെ ഒപ്പ്, ഇതാണ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ വൃത്തിയിൽ കാണത്തക്ക വിധത്തിൽ വേണം സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യാത്ത അപേക്ഷകൾ നിബന്ധന പ്രകാരം തള്ളുന്നതായിരിക്കും. അതേപോലെ EWS കാറ്റഗറിയിൽപ്പെട്ടവർക്ക് EWS സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. EWSന് റിസർവേഷൻ ഉണ്ട്. 10% സീറ്റ് നിങ്ങൾക്ക് EWS കാറ്റഗറിക്ക് റിസർവേഷൻ കിട്ടും. അതുകൊണ്ട് EWS കാറ്റഗറിയിൽപ്പെട്ടവർ നിർബന്ധമായും ആ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ വയ്ക്കുക. ഭിന്നശേഷിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കോപ്പി നിങ്ങൾ അപേക്ഷയുടെ കൂടെ നിർബന്ധമായും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത്. അടുത്ത എയ്ഡഡ് മൈനോറിറ്റി കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരുപാട് പേർ ചോദിച്ചൊരു സംശയമാണ് എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്. എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിലേക്കുള്ള അപേക്ഷ നേരിട്ട് കോളേജിൽ പോയി കൊടുക്കേണ്ടതും അതേപോലെ ആ അപേക്ഷയുടെ കോപ്പി DD ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. അപേക്ഷ കോളേജിൽ കൊടുക്കേണ്ടതും അതിൻ്റെ കോപ്പി DD ഓഫീസിൽ കൊണ്ട് കൊടുക്കേണ്ടതുമാണ്. അപേക്ഷ നൽകാത്ത കുട്ടികൾക്ക് ഈ എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്നതല്ല. പിന്നെ ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമാണ് സ്പീഡ് പോസ്റ്റ് അയക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. സ്പീഡ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ തപാൽ വകുപ്പിൻ്റെ വെബ്സൈറ്റ് പ്രശ്നമാണ്. അവരതിൻ്റെ മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അയക്കാൻ കഴിയുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക. നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ഏജൻസികളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ശ്രദ്ധിക്കുക, ലാംഗ്വേജ് ഡീലറുടെ അപേക്ഷ അയക്കുന്നവർ പരമാവധി പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. കാരണം സ്പീഡ് പോസ്റ്റിലൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ 2 അല്ലെങ്കിൽ 3 ദിവസം അപേക്ഷ തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടി എടുക്കും. അതുകൊണ്ട് തന്നെ പരമാവധി പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് അതേപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടിയില്ല എങ്കിൽ അപേക്ഷയുടെ അതിനകത്ത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. OBC ആണെങ്കിൽ OBC, SC ആണെങ്കിൽ SC, ST ആണെങ്കിൽ ST എന്നുള്ള മെൻഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും കാര്യങ്ങളും കൊടുക്കുക. അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതിനാൽ എല്ലാവരും അതിൻ്റെ അപേക്ഷ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അപേക്ഷയുടെ കൂടെ ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ വയ്ക്കാൻ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവ വയ്ക്കേണ്ടതില്ല. നിങ്ങൾ അപേക്ഷയുടെ കൂടെ വെച്ചിരിക്കുന്ന കോപ്പികളുടെയൊക്കെ ഒറിജിനൽ നിങ്ങൾ നിർബന്ധമായും കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ ഇതിന് അപേക്ഷയുടെ കൂടെ വെച്ചിരിക്കുന്ന എല്ലാ കോപ്പികളും കറക്റ്റ് ആണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ആ സമയത്ത് എല്ലാ ഒറിജിനലും ഹാജരാക്കേണ്ടി വരും. മാനേജ്മെൻറ്റ് സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് സീറ്റിന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കോളേജിൽ പോയി നേരിട്ട് മാനേജറെ കണ്ട് സംസാരിക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ മാനേജറുടെ പേരിൽ DDO കാര്യങ്ങളോ എടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. മാനേജറുമായിട്ട് കണ്ട് സംസാരിച്ചിട്ട് DD എടുക്കാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾ DD എടുത്ത് അപേക്ഷ കൊടുത്താൽ മതി. അപേക്ഷ DD ഓഫീസിലേക്ക് കൊടുക്കുമ്പോൾ അപേക്ഷകൻ തന്നെ നേരിട്ട് കൊടുക്കണമെന്നില്ല. ആരെങ്കിലും അവിടെ എത്തിച്ച് നൽകിയാൽ മതി. DLEDുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിനകത്ത് ചോദിക്കാം.